എല്ലാവർക്കും സാദര നമസ്കാരം. ഈ കർക്കിടക മാസത്തിലെ ഓരോ ദിവസവും നമുക്ക് രാമായണത്തിൽ നിന്ന് വ്യത്യസ്തമായ സന്ദേശങ്ങൾ വ്യത്യസ്തമായ ശൈലിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാമിത്ര മഹർഷിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. വളരെ രസകരമായ ഒരു കഥയാണ് വിശ്വാമിത്ര രാജാവ്, വിശ്വാമിത്രനായ കഥ, മഹർഷിയായ കഥ. വഴിതെറ്റി കാട്ടിൽ അകപ്പെട്ടു പോയ രാജാവും കൂട്ടരും ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ ക്ഷീണിച്ചവശരായി. അവർ കാട്ടിൻ്റെ വളരെ ഉള്ളിൽ ഒരു ആശ്രമം കണ്ടു. അവിടത്തേക്ക് ചെന്നു. അത് വസിഷ്ഠ മുനിയുടെ ആശ്രമമായിരുന്നു. മുനി പറഞ്ഞു, വിശക്കുന്നു, ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ കുളിച്ചു വന്നോളൂ, ഭക്ഷണം റെഡിയാണെന്ന് പറഞ്ഞു. 100-200 പേരുണ്ട്. എല്ലാവരും നദിയിൽ പോയി കുളിച്ചു വരുമ്പോഴേക്ക് അന്ന് വരെ വിശ്വാമിത്ര മഹാരാജാവ് കഴിച്ചിട്ടില്ലാത്ത അത്രയും മനോഹരമായ വിഭവ സമൃദ്ധമായ ഒരു സദ്യ ഒരുക്കി വെച്ചിരിക്കുന്നു. എല്ലാവരും നന്നായി വിശക്കുന്നവരായിരുന്നു. വളരെ വേഗത്തിൽ വളരെ കൂടുതൽ ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങി. രാത്രിയായപ്പോൾ വിശ്വാമിത്ര രാജാവ് ഇങ്ങനെ ചിന്തിച്ചു, എങ്ങനെയാണ് ഒരു 15 മിനിറ്റ് കൊണ്ട് ഇത്രയും പേർക്ക് ഇത്രയും വിഭവ സമൃദ്ധമായ ഒരു സദ്യ തയ്യാറാക്കുവാൻ ഈ കാട്ടിലെ ഒരു മഹർഷിക്ക് കഴിഞ്ഞത്? ഇതിന്റെ രഹസ്യം എന്താണെന്ന് അറിയുവാൻ വേണ്ടി അദ്ദേഹം പതുക്കെ മഹർഷിയുടെ ആശ്രമത്തിന്റെ പിറകിലേക്ക് ചെല്ലുകയും അവിടെ ആരെയും കാണാതിരിക്കുകയും ചെയ്തു. ഈ സമയത്ത് വസിഷ്ഠമുനി പറഞ്ഞു, എന്താ മഹാരാജാവെ, ഉറക്കം വരുന്നില്ലേ? അപ്പൊ ചോദിച്ചു, എങ്ങനെയാണ് അങ്ങ് ഇത്രയും വലിയൊരു സദ്യ ഉണ്ടാക്കിയത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കൂ, അവിടെ ഒരു പശുവിനെ കാണുന്നില്ലേ? എപ്പോഴാണ് അവിടെ ഒരു വെളുത്ത പശുവിനെ കണ്ടത്? അത് കാമധേനുവായിരുന്നു. ദേവേന്ദ്രൻ സമ്മാനമായിട്ട് വസിഷ്ഠ മഹർഷിക്ക് നൽകിയതായിരുന്നു. ഇതിനോട് എന്ത് ചോദിച്ചാലും തരും. നിങ്ങൾ വന്നപ്പോൾ ഞാൻ 200 പേർക്കുള്ള ഭക്ഷണം പറഞ്ഞു ഉടനെ തന്നു. അപ്പോൾ രാജാവിന് ഒരാഗ്രഹമായി, എന്തിനാണ് കാട്ടിൽ ജീവിക്കുന്ന മഹർഷിക്കിത്? അതുകൊണ്ട് ഇതെനിക്ക് തരൂ, ഞാൻ നാട്ടിൽ കൊണ്ടുപോയിട്ട് ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചോദിക്കാം. വസിഷ്ഠമുനി പറഞ്ഞു, അയ്യോ ഒരിക്കലും പറ്റില്ല, ഇതെനിക്ക് സമ്മാനമായി ലഭിച്ചതാണ്. നമുക്ക് സമ്മാനമായി ലഭിച്ചത് മറ്റൊരാൾക്ക് ഒരിക്കലും ദാനം ചെയ്യരുത്. വേണമെങ്കിൽ അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. നമുക്ക് സമ്മാനം നൽകിയ വ്യക്തിക്ക് അത് തിരിച്ചു കൊടുക്കാം. ഇതുപോലെ ഞാൻ അത് തരില്ല എന്ന് പറഞ്ഞപ്പോൾ അവസാനം വിശ്വാമിത്ര രാജാവ് സൈനികരെ വിളിച്ചുണർത്തി യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഈ പശുവിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ യുദ്ധത്തിന് തയ്യാറായ സൈനികരെ കണ്ട സമയത്ത് വസിഷ്ഠ മുനി കാമധേനു എന്ന് വിളിക്കുകയും കാമധേനുവിന്റെ രോമകൂപങ്ങളിൽ നിന്ന് 100 കണക്കിന് സൈനികന്മാർ ചാടി വരികയും എല്ലാവരെയും തോൽപ്പിക്കുകയും മാരകമായിട്ട് പലർക്കും മുറിവേറ്റുകയും വിശ്വാമിത്ര രാജാവിനും ചെറിയ പരിക്കുകളൊക്കെ പറ്റുകയും എല്ലാവരും തോറ്റോടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് വിശ്വാമിത്ര രാജാവിന് ഒരു കാര്യം മനസ്സിലായി, ക്ഷത്രവീരത്വത്തെക്കാൾ കരുത്ത് ബ്രഹ്മ തേജസ്സിനാണ്. അതുകൊണ്ട് എനിക്കും ഈ തപസ്സിന്റെ ശക്തിയിലൂടെ ബ്രഹ്മ തേജസ് ആർജിക്കണം. അങ്ങനെയാണ് അദ്ദേഹം കഠിനമായ തപസ് ചെയ്തിട്ട് വിശ്വാമിത്ര മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയായി തീരുന്നത്. അദ്ദേഹത്തിന്റെ ശക്തി അപാരമായിരുന്നു. അദ്ദേഹം അയോധ്യയിലേക്ക് വന്നത് ധർമ്മ സംരക്ഷണത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന താടകാദികളെ നിഗ്രഹിക്കുവാൻ രാജകുമാരനെ വിട്ടുതരാൻ വേണ്ടിയിട്ടായിരുന്നു. അതെല്ലാം വിസ്തരിച്ച് വിജയേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും താടകയെയും സുബാഹുവിനെയും കൊന്നു. മാരീചന് മാരകമായ പരിക്ക് പറ്റി. ഘോരരൂപിണിയായ താടകയെ, സ്ത്രീയെയാണ് ഭഗവാൻ കൊല്ലുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീയെ കൊന്നത്? നമ്മൾ പറയാറുണ്ട്, ബ്രഹ്മഹത്യയും സ്ത്രീഹത്യയും ഗോഹത്യയും മഹാപാപമാണ് എന്ന്. എല്ലാ ഹത്യയും പാപമാണ്. പക്ഷേ ഇവിടെ സ്ത്രീഹത്യ ഒന്നുകൂടി പാപമാണെന്ന് പറയുമ്പോൾ ഗുരുവാം ബാലവൃദ്ധവാ ബ്രാഹ്മണം വാ ബഹുശ്രുതം അതതായതി നമായന്തം ഹന്യാ ദേവാ വിചാരയാൻ എന്ന് പറയാറുണ്ട്. അതതായതികൾ ആരാണ്? അതതായതികൾ ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നവൻ, സ്ത്രീകളെ മാനഭംഗം ചെയ്യുന്നവൻ, ആയുധവുമായിട്ട് നമ്മളെ കൊല്ലാൻ വരുന്നവൻ, കിടന്നുറങ്ങുന്ന വീട്ടിന് തീ വെക്കുന്നവൻ, ഇത്തരം ആളുകളെല്ലാം തന്നെ അതതായതികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരെ നിഗ്രഹിക്കേണ്ടത് രാജാവിന്റെ കടമയാണ്. ഇന്ന് കോടതിയാണ് അത് ചെയ്യുക. ഇന്നലകളിൽ രാജാക്കന്മാർ അത് ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൊന്നു തിന്നുന്ന, ധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, നല്ല കാര്യങ്ങളുള്ള യാഗത്തെ മുഴുവൻ മുടക്കുന്ന ഈ ഘോരരൂപിണിയെ കൊല്ലേണ്ടത് സമാജത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ആവശ്യമായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് രാജകുമാരനായ രാമൻ നിഗ്രഹിച്ചു എന്നതാണ് അവിടെ പ്രധാനം. അപ്പൊ രാജാവിന്റെ കടമ രാജാവ് കൃത്യമായിട്ട് ചെയ്തു. ഈ കാര്യം ചെയ്യുവാൻ വിശ്വാമിത്ര മഹർഷിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ത്രിശങ്കുവിന് വേണ്ടി സ്വർഗം പണിയുവാൻ ശേഷിയുള്ള ആളാണ് വിശ്വാമിത്രൻ. ആ കഥയൊക്കെ നമുക്ക് വരുന്ന നാളുകളിൽ പറയാനുണ്ട്. ആ വിശ്വാമിത്രന് വേണമെങ്കിൽ തന്റെ കോപാഗ്നിയിൽ ഈ താടകയെയും സുബാഹുവിനെയും മാരീചനെയും എല്ലാം വെന്ത് വെണ്ണീറാക്കാം. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. കാരണം
ബ്രഹ്മ തേജസ്സുള്ള ഒരു ബ്രാഹ്മണനായ ഒരു മഹർഷി അല്ല ഒരിക്കലും ദുഷ്ടനിഗ്രഹത്തെ ചെയ്യേണ്ടത്. അത് ക്ഷാത്രവീര്യമുള്ള സൈനികനും രാജാവുമായിരിക്കണം. നമ്മുടെ രാജ്യത്ത് കുറെ ഭീകരന്മാർ വന്നാൽ ഫൈറ്റ് ചെയ്യുന്നത് പൊതുജനങ്ങളല്ല, സാധാരണ പട്ടാളമാണ്, ആർമി ഓഫീസേഴ്സാണ്. നമ്മുടെ ധീരസൈനികന്മാർ ഇന്നലെയും മരിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രത്തെ രക്ഷിക്കുവാനും അധർമ്മികളെ നിഗ്രഹിക്കുവാനും സൈനികന്മാർ ആയുധം കയ്യിലെടുക്കുന്നു. അത് ക്ഷത്രിയരാണ്. അപ്പൊ ക്ഷത്രിയന്മാരെ നയിക്കുന്ന ആളുടെ പേരാണ് ഭരണാധികാരി അഥവാ രാജാവ്. അപ്പൊ രാജകുമാരനാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇതെന്റെ കടമയല്ല, എന്റെ ജോലിയല്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന വിശ്വാമിത്ര മഹർഷി അതാരാണോ ചെയ്യേണ്ടത് അവരെ കൊണ്ട് ചെയ്യിച്ചു. അതായത് രാമായണം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം, എന്ത് കർമ്മമാണോ നമ്മളിൽ അധിഷ്ഠിതമായിരിക്കുന്നത് നാം ആ കർമ്മം ചെയ്യണം. ഒരു ബ്രാഹ്മണൻ എപ്പോഴും നല്ല ഗുരുനാഥനായിരിക്കണം, ഒരു അധ്യാപകനായിരിക്കണം, ഒരു ശാസ്ത്രകാരനായിരിക്കണം. ഒരു ക്ഷത്രിയൻ ഭരണാധികാരിയായിരിക്കണം, നല്ല പോലീസ് ഓഫീസറും പട്ടാള ഓഫീസറും ആയിരിക്കണം. ഒരു വൈശ്യൻ എപ്പോഴും നല്ല കച്ചവടക്കാരനായിരിക്കണം. കൃഷിയും ഗോരക്ഷയും വൈശ്യന്റെ ലക്ഷണമാണ്. ശൂദ്രൻ എപ്പോഴും സേവന മേഖലയിൽ ജോലി ചെയ്യേണ്ടവനാണ്. അതായത് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാത്തവരെയാണ് ശൂദ്രഗുണപ്രധാനികൾ എന്ന് പറയുന്നത്. ഇത് ജാതിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. കാരണം ഈ ജാതിയെല്ലാം ഉണ്ടായിട്ട് അധികകാലമായിട്ടില്ല എന്ന കാര്യം നാം ഓർക്കുക. അപ്പൊ അവിടെയാണ് വിശ്വാമിത്ര മഹർഷി നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഈ ഒരു കർക്കിടക മാസത്തെ ധന്യമാക്കുന്നത് എങ്ങനെയാണ് വിശ്വാമിത്രൻ എന്ന് പറയുന്ന രാജാവ് സന്യാസിയായത്? അവിടെയാണ് തപസ്സിന്റെ ശക്തി. അപ്പൊ തപസ് എന്താണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പുണ്യമാസം കൂടിയാണ് ഈ കർക്കിടകം. തപോവിശുദ്ധിക്കടി പറയാതിൽ ഒരൊറ്റ വൈഭവവും, തപസ്സിന്റെ ശക്തിക്ക് മുന്നിൽ അടിയറോ പറയാത്ത ഒരു വൈഭവവും ഈ ഭൂമിയിലില്ല. അതുകൊണ്ടാണ് ഏത് സന്യാസിയെ കാണുമ്പോഴും നമ്മുടെ രാജാക്കന്മാരടക്കം അന്നും ഇന്നും പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുന്നത്. അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്ന രംഗം നമ്മൾ ഇന്ന് പറഞ്ഞു. അഹല്യ മോഹിച്ചു പോയതാണ് ദേവേന്ദ്രനെ കണ്ടിട്ട്. അത് വാൽമീകി രാമായണത്തിൽ അങ്ങനെ തന്നെ അവതരിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി ദൈവികമായിട്ടാണ് അധ്യാത്മ രാമായണത്തിൽ അവതരിപ്പിക്കുന്നത്. ഇത് നമ്മെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നു. കാരണം ദേവലോകത്തെ രാജാവായ ദേവേന്ദ്രന് ഭോഗിക്കുവാൻ അവിടെ ഉർവശിയും മേനകയും രംഭയും തിലോത്തമയും ഒക്കെ ഉണ്ട്. ഇവരെയൊന്നും മതിയാകാഞ്ഞിട്ട് മനുഷ്യ സ്ത്രീയായ ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഹല്യയെ തേടി ഭൂമിയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നജാതു കാമ കാമാനാം ഉപഭോഗേന ശമ്യതി എന്ന് പഠിപ്പിക്കുന്നു. ഇന്ദ്രിയപരമായ ഭോഗങ്ങൾ കൊണ്ട് ആഗ്രഹങ്ങൾ ശമിക്കുന്നില്ല. കത്തിയാളുന്ന അഗ്നിയിലേക്ക് നെയ് കോരി ഒഴിക്കുന്നോറും അഗ്നി ആളിക്കത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ കാമക്രോധ മോഹ ലോഭ മതമാത്സര്യങ്ങളെ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. ഇതേ വിശ്വാമിത്ര മഹർഷി മേനകയ്ക്ക് മുന്നിൽ പരാജിതനാവുകയും ചെയ്തിട്ടുണ്ട്. മേനകയോടൊപ്പം രമിച്ച് ഒരുപാട് കാലം ജീവിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് താൻ എത്ര നിസ്സാരനാണെന്ന് ബോധ്യപ്പെടുകയും താനൊരു സ്ത്രീയുടെ പിന്നാലെ പോയി ജീവിതം തുലയ്ക്കേണ്ടവരെന്ന് മനസ്സിലാക്കുകയും വീണ്ടും തൻ്റെ തപസ് തുടങ്ങുകയും ചെയ്യുന്നത്. വിശ്വാമിത്ര മഹർഷിയുടെ ജീവിതത്തിലും ആ അനുഭവം ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ദേവേന്ദ്രനെ കണ്ട് മോഹിച്ചു പോയ ആ അഹല്യയെ കയ്യോടെ പിടികൂടുന്ന ഭർത്താവ് ഗൗതമ മഹർഷി ശാപം നൽകുകയും ആ ശാപത്തിന്റെ ഫലമായിട്ട് ശിലയായി പോയി അഹല്യ എന്ന് അധ്യാത്മരാമായണത്തിൽ പറയുമ്പോൾ വാൽമീകി രാമായണം ശില പോലെ പ്രതികരണ ശേഷിയില്ലാതെ പശ്ചാത്താപ വിവശയായി ചെയ്തു പോയ തെറ്റിനെ കുറിച്ചോർത്ത് ദുഃഖിച്ച് ആ തെറ്റ് നിരന്തരമായിട്ട് മനസ്സിൽ വിചിന്തനം ചെയ്ത് തിരുത്തിക്കൊണ്ടേയിരുന്നു. കാരണം തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ മുന്നിലുള്ള വഴി അതിന് തിരുത്തൽ മാത്രമാണ്. അതിന് പ്രായശ്ചിത്ത കർമ്മം എന്നാണ് പറയുന്നത്. അപ്പൊ അഹല്യ നമ്മുടെ രാമായണത്തിൽ ഏറ്റവും മികച്ച പ്രായശ്ചിത്ത കർമ്മത്തിന്റെ ഉടമസ്ഥയാണ്. തെറ്റുകൾ സംഭവിക്കുന്നത് മനുഷ്യ സഹജമാണ്. തെറ്റുകൾ തുടരുന്നതും കുഴിയിൽ വീഴുന്നത് തെറ്റല്ല, വീണെടുത്ത് കിടക്കുന്നതാണ് തെറ്റെന്ന് മഹാത്മാക്കൾ പറയാറുണ്ട്. ആ തെറ്റുകളിൽ പ്രായശ്ചിത്ത കർമ്മങ്ങൾ കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട അഹല്യ രാമനെ കാണുന്നത് വരെ പാറ പോലെ ജീവിച്ചു എന്നും രാമനെ കണ്ട മാത്രയിൽ തൻ്റെ എല്ലാ മാനുഷിക ഉന്നത മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരുന്ന അഹല്യയാണ് കണ്ടത്. ഇങ്ങനെ ഒത്തിരി പാഠങ്ങളും അനുഭവങ്ങളും ഈ രാമായണം എന്ന് പറയുന്ന ആദികാവ്യത്തിലൂടെ നാം അറിയുന്നു. കർക്കിടകം 3-ാം തീയതി ഇന്ന് വയനാട് ജില്ല വളരെ മനോഹരമായിട്ട് ഈ ഒരു പാരായണവും പ്രഭാഷണവും നടത്തി. നാളെ നമുക്ക് കോഴിക്കോട് ജില്ലയുടെ അവസരമാണ്. എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.